ഹലോ, അജിത്താണ്. അജിത് ഡെയിലി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മസാലയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പാചകത്തിലേക്ക് മീൻ കഴുകി വൃത്തിയാക്കി നല്ല അലുവ കഷ്ണം പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ നമുക്ക് മസാല പുരട്ടി എടുക്കാം. മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി. അപ്പം നമുക്ക് ഈ മീൻ ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. ഇപ്പം നമ്മളെ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പം നമുക്ക് മീൻ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, നമ്മൾ മസാല പുരട്ടി വെച്ച മീൻ ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരെണ്ണം കാശ്മീരി ചില്ലിയാണ്, തേങ്ങയുടെ 1/4 പാല് പിഴിഞ്ഞത്, ഒരു 5 സവാള കുനുകുന അരിഞ്ഞത്, 2 തക്കാളി അടിച്ച് പേസ്റ്റാക്കിയത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, പച്ചമുളക്, കടുക്, ഉലുവ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾക്ക് ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലിനകത്താണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കടായി ചൂടായിട്ടുണ്ട്, അത് എണ്ണ ഒഴിക്കാം. നമുക്ക് മീൻ പറക്കി വാരിയിടാം, പൊരിക്കാം. അപ്പോൾ നമുക്ക് മീനപ്പം പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ 2 അടുപ്പിൽ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ ഫ്രൈ ആവേണ്ടത്, ഒരു ഹാഫ് കുക്ക് ചെയ്താൽ മതി. മീൻ വറുത്തു. ഇനിയപ്പം കോരിയെടുക്കാം. കോരി എടുത്തിട്ട് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. മീനൊക്കെ പറക്കി മാറ്റി, അതേ സെയിം എണ്ണ, നമ്മൾ വറുത്ത എണ്ണയില്ലേ, അത് ആ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എണ്ണ ഒഴിച്ചു. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിടാം. കടുകിട്ടു. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇടും. ഇത് നമുക്ക് അടച്ചു വെക്കാം. അതിൽ നിന്ന് വാടട്ടെ. അതൊക്കെ ഉള്ളി വാടിയോ നമുക്ക് നോക്കാം. വാടിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തേക്ക് നമുക്കൊരു, നമ്മൾ മീനകത്ത് വറക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത്. കപ്പ മേടിച്ചുകൊണ്ട് വരാൻ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ സലാലയ്ക്ക് പോയിരിക്കുക. വിളിച്ച് പറഞ്ഞപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. വണ്ടിയിലാ, ഡ്രൈവ് ചെയ്തിങ്ങ് വരണ്ടേ അവിടെ നിന്ന്, സലാലയിൽ നിന്ന് 150 കിലോമീറ്റർ ഉണ്ടേ. കുഴപ്പമില്ല, കപ്പ നമുക്ക് എളുപ്പമുള്ള പരിപാടിയല്ലേ. കപ്പ കിട്ടുന്ന പാക്കറ്റ് കപ്പയാണല്ലോ, കട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഐസൊക്കെ വിട്ടുപോയി കാണും. ഐസൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന കുക്കറിനകത്തോട്ട് വെച്ചിട്ട് ഒരൊറ്റ വിസില് അപ്പോഴേ കപ്പ വെന്തു. പിന്നെ അന്ന് കടുവറുത്തെടുക്കാനുള്ള പാടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിയും അതെല്ലാം നല്ല വൃത്തിയായിട്ട് വാടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണെന്നേ. നമ്മളിവിടെ എല്ലാവർക്കും എരി കുറച്ചുള്ള ആൾക്കാർ മതി. ഇത് എരിവ് അത്ര വേണ്ട. ഒരു ശകലം ചൂടുവെള്ളമാണേ. അപ്പൊ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് നമുക്ക് ശകലം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കേ. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ നമ്മളെ ചെറിയ ഉള്ളിക്കകത്ത് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയ ഉള്ളിക്കകത്ത് എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്, അതുവരെ സത്യം. അപ്പം നമ്മളെ മീൻ മസാലയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മീൻ പൊരിച്ചെടുത്തില്ല, അതിനകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു. ആ വെള്ളം ഇതിനകത്ത് ഒഴിയണം. പൊരിച്ചു വെച്ചേക്കുന്ന മീനിനതിടാം. മീനിട്ട് അധികം ഇട്ടങ്ങോട്ട് ഇളക്കണ്ട, ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതിലേക്ക് ബാക്കിയും കൂടെ കരുവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ ഓപ്ഷനാണേ. നമുക്ക് ഇഷ്ടമുണ്ട് കഴിച്ചാൽ മതി തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ ഇത് തന്നെ പരുവം. അപ്പൊ നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫോൺ ചെയ്ത് വെച്ചപ്പം കപ്പ ഒരു 80 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 80 കിലോമീറ്ററോടെ വണ്ടി ഓടി വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കപ്പയും മീൻ മസാലയോടെ കഴിക്കും. അപ്പൊ നമ്മുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.